വിദ്യാർത്ഥികൾ, എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, എല്ലാവർക്കും നമസ്കാരം. ദീർഘമായൊരു പ്രസംഗത്തിന് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നില്ല. ഇവിടെ എംപിയും എനിക്ക് മുൻപ് സംസാരിച്ച് എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഈ നട്ടുച്ച സമയത്ത് ചുട്ടുകൊള്ളുന്ന വെയിലത്ത് ഇത്രയും മനോഹരമായി അഭിമാനബോധത്തോടെ ഈ ജനവീതികളെ പുളകം കൊള്ളിച്ചുകൊണ്ട് VSSന്റെ വനിതാ വിഭാഗം നടത്തിയ ഐതിഹാസികമായ ഈ പ്രകടനവും പൊതുസമ്മേളനവും ചരിത്രത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു എന്നുള്ളത് ആമുഖമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. MBCF ചരിത്രത്തിൽ ഇതിനു മുൻപ് ഒരിക്കലും ഇതുപോലെയൊരു മഹാസംഗമം നടന്നിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇവിടെ MB സൂചിപ്പിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയും നിങ്ങൾ ഈ കോട്ടമൈതാനത്ത് ഈ സമ്മേളനം നടത്തുന്ന സാഹചര്യം ഉണ്ടായതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് 1-ാം തീയതി തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ട മൈതാനിയിൽ മണിയവൈശ്യ സംഘത്തിന്റെ ഒരു സ്പെഷ്യൽ സമ്മേളനം ഇതേ ഉദ്ദേശ ലക്ഷ്യങ്ങളോടുകൂടി ഏതാണ്ട് 5000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആദരണീയനായ പ്രതിപക്ഷ നേതാവിനെ ഉദ്ഘാടകനാക്കിക്കൊണ്ട് നടത്തുകയുണ്ടായി. അതേ ദിവസം തന്നെ ചാലക്കുടിയിൽ MBCFന്റെ അംഗസംഘടനയായ ചവളർ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആ സംഘടനയുടെ ഒരു മഹാസമ്മേളനം ആദരണീയനായ MB ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അതുപോലെ തന്നെ മാർച്ച് മാസം 12-ാം തീയതി സുൽത്താൻ ബത്തേരിയിൽ വയനാടൻ ചെട്ടി സമുദായത്തിന്റെ ഒരു മഹാസമ്മേളനം നടക്കുകയുണ്ടായി. അങ്ങനെ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ ആയിരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 10,000-ങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ കാലം എത്രയും ഈ രാജ്യം ഭരിച്ച ഭരണാധികാരികൾ ക്രൂരമായി അവഗണിച്ച അതിപിന്നോക്ക ജനസമൂഹങ്ങളെ ഒന്നിച്ചണിനിരത്തിക്കൊണ്ട് ഐതിഹാസികമായ സമര പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനയാണ് നമ്മുടെ സംഘടന എന്നുള്ളത് വളരെ അഭിമാനത്തോടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നലെ വരെ നമ്മളെയൊക്കെ പറഞ്ഞു പറ്റിച്ച് നമ്മളെയൊക്കെ നമ്മുടെ അവകാശങ്ങളൊക്കെ അട്ടിമറിച്ച് നമ്മളെയൊക്കെ ജീവിക്കാൻ അനുവദിക്കാതിരുന്ന പ്രസ്ഥാനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, അവരെ പാഠം പഠിപ്പിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും അതിന്റെ തുടക്കമാണിത് എന്നുള്ളതും നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് പ്രഖ്യാപിക്കുകയാണ്. ഇനി നമ്മൾ അടങ്ങിയിരിക്കാൻ പോകുന്നില്ല. ഇനിയുള്ള കാലം ഞങ്ങളുടേതാണ് എന്ന് പ്രഖ്യാപിക്കാനാണ് ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നത്. നമുക്കറിയാം, ഭരണഘടനാപരമായി നിരവധി അവകാശങ്ങൾ ലഭിക്കുവാൻ അർഹതയുള്ള സമൂഹങ്ങളാണ്. പരമ്പരാഗത വിവിധ കുലത്തൊഴിലുകൾ ചെയ്തു വന്ന സമുദായങ്ങളാണ്. ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടി ഈ രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന ഓരോ മനുഷ്യരുടെയും ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി പണിയെടുത്ത ജനസമൂഹങ്ങളാണ്. രാജഭരണ കാലത്ത് പോലും ഇതിനേക്കാൾ എത്രയോ വലിയ അംഗീകാരവും ആദരവും ലഭിച്ചിരുന്ന ഒരു സമുദായങ്ങളാണ്. ജനാധിപത്യം വന്നപ്പോൾ ഈ രാജ്യത്തെ ജനങ്ങളെയെല്ലാം ഒരുപോലെ കണ്ട് എല്ലാവർക്കും തുല്യനീതിയും തുല്യ അവസരവും മരണപങ്കാളിത്തവും ഉറപ്പാക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഭരണത്തിലേറിയ ഭരണാധികാരികൾ സംഘടിതരായ വോട്ട് ബാങ്കുള്ള പ്രബലരായ സമുദായങ്ങളെ മാത്രം, അവരുടെ അവകാശങ്ങൾ മാത്രം സംരക്ഷിച്ചുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾ അട്ടിമറിക്കുന്ന, സംഘടിക്കുവാൻ മനസ്സ് കാണിക്കാതെ കേരളത്തിലുടനീളം ചിന്നിച്ചേറി താമസിക്കുന്ന ചെറിയ ചെറിയ സമുദായങ്ങളെ അവഗണിക്കുന്ന ഏറ്റവും നീചമായ, നികൃഷ്ടമായ, നിന്ദ്യമായ നടപടികളാണ് സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നുകൊണ്ട്
നമ്മൾ അതിനെതിരെ പടവാളോങ്ങിയെങ്കിലും അതാരും ശ്രദ്ധിച്ചില്ല. അതിനെ തുടർന്നാണ് തുല്യ ദുഃഖിതരായ സമുദായങ്ങളെ ഒന്നിച്ചണിനിരുത്തിക്കൊണ്ട് MBCF എന്ന് പറയുന്ന മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഫെഡറേഷൻ എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ആദ്യമൊന്നും ഇതിനെ അംഗീകരിക്കുവാൻ ആരും തയ്യാറായിരുന്നില്ല. ജസ്റ്റിസ് ജോസഫ് കമ്മീഷൻ കേരളത്തിൽ സുപ്രീം കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് കേരളത്തിൽ തെളിവെടുപ്പിന് വന്നപ്പോൾ തെളിവ് കൊടുക്കാനുള്ള അനുമതി പോലും ഞങ്ങളുടെ സമൂഹങ്ങൾക്ക് സമുദായങ്ങൾക്ക് ലഭിച്ചില്ല. നിങ്ങൾക്ക് പറ്റില്ല എന്നാണ് പറഞ്ഞത്. അത് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. ഇന്നിവിടെ നമുക്കറിയാം, നിങ്ങളുടെ ജനറൽ സെക്രട്ടറി ഇവിടെ സൂചിപ്പിച്ച കാര്യം, ഓരോ സംഘടനയുടെയും ജനറൽ സെക്രട്ടറിമാർ പറഞ്ഞു നടക്കുന്ന കാര്യം അഭിമാനത്തോടെ കാത്തു നിൽക്കുകയാണ്. വരിയായി രാഷ്ട്രീയ നേതാക്കന്മാർ ഞങ്ങളെ സഹായിക്കണം. പാലക്കാട് മാത്രമല്ല, കേരളത്തിലുടനീളം ഞങ്ങൾ പറഞ്ഞു, എന്താണ് നിങ്ങളുടെ പദ്ധതി? ഈ സമൂഹങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? അവർക്ക് മറുപടിയില്ല. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി കഴിഞ്ഞ 2 മാസക്കാലമായി MBCFന്റെ സംസ്ഥാന കമ്മിറ്റി, സംസ്ഥാന കൗൺസിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായി ചർച്ച ചെയ്ത് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രേഖാമൂലം അത് തയ്യാറാക്കി 3 മുന്നണിയുടെയും സമുന്നതരായ നേതാക്കന്മാരെ കണ്ട് സമയം നിശ്ചയിച്ച് അവരുടെ കാര്യങ്ങൾ അവതരിപ്പിച്ച് വിശദമായി ചർച്ചകൾ നടത്തി. ഇതാണ് ഞങ്ങളുടെ പ്രശ്നം. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ ആത്മാർത്ഥമായി ഇടപെടുന്നവരാരാണോ അവരോടൊപ്പം ഞങ്ങളുണ്ടാകും. ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ മനസ്സ് കാണിച്ചാൽ ഞങ്ങൾ അവരോടൊപ്പം ഉണ്ടാകും. അതല്ല എങ്കിൽ ഞങ്ങൾക്ക് അങ്ങനെയുള്ളവരോട് ഒരു വിധത്തിലുള്ള അനുകൂലമായ സ്വഭാവം അല്ലെങ്കിൽ അനുകൂലാവസ്ഥയും ഉണ്ടാവുകയില്ല. LDFും BJPയും അത് കേട്ടവരാണ്. LDFന്റെ സമുന്നതരായ നേതാക്കന്മാരുമായി ചർച്ച ചെയ്തതാണ്. MBCFന്റെ ജനറൽ സെക്രട്ടറിയുടെ വീട്ടിൽ വന്ന് MBCFന്റെ ആവശ്യങ്ങൾ എന്താണ് എന്ന് ചോദിച്ച് അത് സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതിയോടുകൂടി അദ്ദേഹവുമായി വിശദമായി ചർച്ച ചെയ്ത് ഞാൻ ഉൾപ്പെടെ ചർച്ച ചെയ്ത് കൊടുത്തിട്ട് ഒരു വാക്കുപോലും അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ പ്രസംഗിക്കാൻ വന്ന, ഇവിടെ മത്സരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ആദരണീയനായ ശോഭാ സുരേന്ദ്രന്റെ പ്രസ്ഥാനം, അവരും അവരുടെ മാനിഫെസ്റ്റോ നിങ്ങൾക്ക് പരിശോധിക്കാം, പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നമ്മളെ സംബന്ധിക്കുന്ന ഒരു വിഷയവും അവർ ഏറ്റെടുത്തിട്ടില്ല. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി അതിപിന്നോക്ക വിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് സബ് ഹെഡിങ് ഉൾപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, അതുകൂടാതെ നിരവധിയായ വിഷയങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞതനുസരിച്ച് ഈ 3-4 കാര്യങ്ങൾ മാത്രമല്ല, നമ്മുടെ സമൂഹങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വരെ ഈ സമൂഹങ്ങളുടെ വിദ്യാഭ്യാസപരമായ പിന്നോക്കാവസ്ഥയെ കുറിച്ച് പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടായിട്ടില്ല. ഈ സമൂഹങ്ങളുടെ ഉദ്യോഗ നിലവാരത്തെ കുറിച്ച് പഠിക്കാൻ, എവിടം വരെ എത്തിയിട്ടുണ്ട് എന്ന് പഠിക്കാൻ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. കേരളത്തിൽ നിലവിലിരിക്കുന്ന ഉദ്യോഗ വിദ്യാഭ്യാസ സംവരണ സംവിധാനത്തെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും ഒന്ന് പരിശോധിച്ചാൽ അത്ഭുതം തോന്നും. 1966 കേരളത്തിൽ നടപ്പിലാക്കിയ കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള അശാസ്ത്രീയമായ സംവരണ സംവിധാനമാണ് കേരളത്തിൽ നിലവിലിരിക്കുന്നത്. അതാണ് KPCR. പഠിക്കുന്ന കുട്ടികൾക്കറിയാം, പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കന്മാർക്കറിയാം KPCR. ഇന്നും KPCR അനുസരിച്ചാണ് ആനുകൂല്യങ്ങൾ. എന്താണ് KPCR എന്ന് ചോദിച്ചാൽ അത് പലർക്കും അറിയത്തില്ല. KPCR എന്ന് പറഞ്ഞാൽ കുമാരപിള്ള കമ്മീഷൻ റിപ്പോർട്ട്. എത്ര വർഷമായി? 60 വർഷത്തെ 1966 നടപ്പിലാക്കിയതാണ്. 1966. അതിനുശേഷം ഒരു മാറ്റം വന്നിട്ടില്ല. മാറ്റം വന്നത് നമ്മുടെ സമുദായങ്ങളുടെ കൂട്ടത്തിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തി സംവരണം അട്ടിമറിച്ചു. ആദ്യം 54 സമുദായങ്ങൾക്ക് 10%, പിന്നെ അത് 9 സമുദായങ്ങളെ കൂടി കൂട്ടിച്ചേർത്ത് 63 സമുദായങ്ങളായി. അതിന് 10%, പിന്നെ അത് വെട്ടിക്കുറച്ച് ഇപ്പോ 3%. 3% സംവരണത്തിനകത്ത് 156 ജാതികൾ. MP-ക്ക് അറിയാമോ എന്ന് എനിക്കറിയത്തില്ല. 3% സംവരണത്തിനകത്ത് 156 സമുദായങ്ങൾ. എങ്ങനെയാണ് ഈ സമുദായങ്ങൾക്ക് സംവരണം വീതിച്ചു കൊടുക്കുന്ന എനിക്കറിയത്തില്ല. ദൈവത്തിന് പോലും സാധിക്കത്തില്ല.
ദൈവത്തിന് പോലും സാധിക്കത്തില്ല. അതാണ് സംവിധാനം. ആരെല്ലാം പിന്നോക്ക സമുദായ പട്ടിക ഉൾപ്പെടുത്തണമെന്ന് അപേക്ഷ കൊടുത്ത് ഉടനെ കമ്മീഷൻ വിളിച്ച് തെളിവെടുപ്പ് നടത്തി അവരെ സ്വാധീനം ചെയ്യാൻ ഏതെങ്കിലും എംപിയോ MLA യോ മന്ത്രിയോ ഉണ്ടെങ്കിൽ അവരെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്ന എവിടെയാ? OBH-നകത്ത്. OBH എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് ഹിന്ദു. ആ അതർ ബാക്ക്വേർഡ് ഹിന്ദുവിനകത്ത് ഇപ്പൊ ക്രിസ്ത്യാനിയുണ്ട്. 41 ക്രിസ്ത്യൻ സഭകളിലെ നാടാർ സമുദായത്തെ കൂടി നൂറ്റാണ്ടുകളായി ക്രിസ്തു മതത്തിൽ പരിവർത്തനം ചെയ്ത് ക്രിസ്ത്യാനികളായി മാറി എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് MPയും MLAയും മന്ത്രിയും ഒക്കെയായ ആളുകളാണ് അവര്. പരിശോധിക്കാം, തിരുവനന്തപുരത്താണ്. എനിക്ക് ഓരോരുത്തരെയും ഓരോ കുടുംബങ്ങളെയും നേരിട്ടറിയാം. അവര് OBH-നകത്താണ്. മുസ്ലിം സമുദായക്കാരുണ്ട് OBH-നകത്ത്. പേരെന്താ? OBH, അതർ ബാക്ക്വേർഡ് ഹിന്ദു. 156 സമുദായം. പറഞ്ഞാൽ ഒത്തിരി പറയാനുണ്ട്, മണിക്കൂറുകൾ. ഞാനത് പറയുന്നില്ല. അത്രമാത്രം ഹൃദയവേദനയോടെയാണ് ഞങ്ങൾ ഇതുമായി നടക്കുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിലാണ് ഏറ്റവും കൂടുതൽ ദ്രോഹം നമ്മളെ പോലെയുള്ള സമുദായങ്ങൾ ചെയ്തതെന്ന് അടിവരയിട്ട് പറയാൻ എനിക്ക് ഒരു മടിയുമില്ല. നമ്മളെ പോലെയുള്ള സമുദായങ്ങളെ സ്നേഹിച്ച് നമ്മളെ പോലെയുള്ള സമുദായങ്ങളെ കൂടുതൽ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ബാധ്യതപ്പെട്ട ഭരണാധികാരികൾ, അതാണ് നമ്മുടെ വിശ്വാസം. അവരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചിട്ടുള്ളത്. എത്രയോ കാര്യങ്ങൾ, എത്രയോ സമരങ്ങളാണ് ഈ 10 വർഷത്തിനിടയിൽ MBCF-ഉം പടുക സമുദായവും നടത്തിയ എത്ര സമരങ്ങളാണ് നിങ്ങളെന്ന് ആലോചിച്ച് നോക്ക്. ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് വന്ന സെക്രട്ടേറിയറ്റ് പിടിക്കൽ ദിവസങ്ങളോളം സമരത്തിലിരുന്ന സംഘടനയാണ് PSS എന്നുള്ളത് നിങ്ങൾക്ക് പലർക്കും അറിയാം. എന്തിനാ? വേറെ ഏത് സംഘടനയാണ് ഇത്രയും കാലം സമരം നടത്തിയിട്ടുള്ളത്? 7 കേസുകളിൽ ഞാനിപ്പോ പ്രതിയാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പിടിക്കൽ സമരം നടത്തിയതിന്റെ പേരിൽ 7 കേസുകളിൽ പ്രതിയാണ് ഞാനും നിശികാന്തുമൊക്കെ. 2-3 മാസങ്ങൾ കൂടുമ്പോൾ കോടതിയിൽ പോയി കയ്യും കെട്ടി നിൽക്കണം കേസ് വിളിക്കുമ്പോ. എന്തിനു വേണ്ടിയാ? ഈ സമുദായത്തിന്റെ പുരോഗതിക്ക് വേണ്ടി, ഈ സമുദായത്തിന് ഉണ്ടായിരുന്ന അവകാശങ്ങൾ എടുത്തു കളഞ്ഞതിനെതിരെ ഹൈക്കോടതിയിൽ 4 കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും കേസ് നടക്കുകയാണ് സംവരണം വെട്ടിക്കുറച്ചതിനെ സംബന്ധിച്ച്. ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ഇനിയും നമുക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല. നമ്മളെ ദ്രോഹിക്കുന്നവരാരാണോ എന്നുള്ളത് നേരിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അതിന് തക്ക തിരിച്ചടി കൊടുക്കണം. ഒരു സംശയവുമില്ല. അതിനുവേണ്ടിയുള്ള ആസൂത്രിതമായ നടപടികളാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ സമുദായങ്ങളെ പ്രതിനിധീകരിച്ച് ഒരാളെങ്കിലും നിയമസഭയിൽ ഉണ്ടാകണമെന്നുള്ള അത്യധികമായ ആഗ്രഹത്തോടു കൂടിയാണ് കഴിഞ്ഞ കുറെ വർഷങ്ങളായി MBCF-ന്റെ സംഘടനാ നേതൃത്വവും എല്ലാ അംഗങ്ങളും പ്രവർത്തിക്കുന്നത്. അവസാന സമയം വരെ അതിന് പ്രതീക്ഷയുണ്ടായിരുന്നു. അവസാന സമയം സീറ്റ് പങ്കുവെച്ചപ്പോൾ അത് അട്ടിമറിക്കപ്പെട്ടു. ഒരു സംശയമില്ല. MP ഇരുത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. വളരെ ഹൃദയവേദനയുണ്ട്. ഈ കാലം എത്രയും ഒരു MP MLA അതൊക്കെ ഞങ്ങളുടെ സ്വപ്നമാണ്. ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ ആദരണീയനായ MP അവിടെ നിന്നുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം നടത്തിയപ്പോൾ പറഞ്ഞു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്കൊരു MLA ഉണ്ടാകും. അദ്ദേഹം വാക്ക് പാലിച്ചിട്ടില്ല എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്തായാലും ശരി, ഇപ്പോൾ ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നു, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ സമുദായത്തിന്, പടുക സമുദായത്തിന് പ്രധാനമായി പാലക്കാട്, വേറെ ഒരു സമുദായത്തിനും പ്രാതിനിധ്യം വേണ്ട. പാലക്കാട് ജില്ലയിൽ വടുക സമുദായത്തിന് പ്രാതിനിധ്യം നൽകിക്കൊണ്ട്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രാതിനിധ്യം നൽകിക്കൊണ്ട്, ന്യായമായ പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് വേദിയിലേക്ക് അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുവാൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും, വിശിഷ്യ കോൺഗ്രസ് പ്രസ്ഥാനത്തോട്, ഐക്യ ജനാധിപത്യ മുന്നണിയോട് ആവശ്യപ്പെടുകയാണ്. 5 വർഷം ഞങ്ങൾ അതിനു വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണ്. അങ്ങനെ ഉണ്ടായില്ല എങ്കിൽ ഈ പാലക്കാട് ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിൽ MBCF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുണ്ടാകും എന്നുകൂടി അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സംശയവുമില്ലാതെ ഇന്നു മുതൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഞങ്ങളത് കൂടിയാലോചിച്ചുകൊണ്ട്. അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ, ഇവിടെ മാത്രമല്ല വിവിധ ജില്ലകളിൽ ഇന്ന് വരെ കോൺഗ്രസ് പാർട്ടി ജയിക്കാത്ത 12 നിയോജക മണ്ഡലങ്ങളുണ്ട്. ആ നിയോജക മണ്ഡലം 5 നിയോജക മണ്ഡലങ്ങളിൽ MBCF-ന്റെ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കാൻ തയ്യാറായാൽ 5ഇടത്തും അത് ഞങ്ങൾ വിജയിപ്പിച്ചു തരാമെന്ന് ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. വീണ്ടും അത് ആവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ പുതിയ നിയമം അനുസരിച്ച് 33% വനിതാ സംവരണത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ നിയമം വരാൻ പോവുകയാണ്. നമ്മുടെ നിയമസഭയിലെ സീറ്റുകളുടെ എണ്ണം വർദ്ധിക്കാൻ പോവുകയാണ്.
40-45 സീറ്റുകൾ 140 സീറ്റിനോടൊപ്പം വർദ്ധിക്കാൻ പോവുകയാണ്. അങ്ങനെ വർദ്ധിച്ചു വരുന്ന അടുത്ത തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മുടെ ന്യായമായ പങ്ക് നമുക്ക് ലഭിക്കണം. നമ്മുടെ പങ്ക് എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായ ബോധ്യമുണ്ട് ഈ രാജ്യത്ത്. അതുകൊണ്ട് അതുകൂടി എന്റെ പ്രിയപ്പെട്ട ഏറ്റവും ആദരണീയനായ MP-യുടെ ശ്രദ്ധയിലുണ്ടാകണം, കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ശ്രദ്ധയിലുണ്ടാകണം, KPCCയുടെ ശ്രദ്ധയിലുണ്ടാകണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇത്രയും കാലം ഞങ്ങളെ സ്നേഹിച്ച ആളുകൾ എന്നുള്ള ഈ സമൂഹങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മുന്നിൽ നിന്നൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇനിയും ഞങ്ങൾ അതിന് തയ്യാറാണ്. ഏറ്റവും ആദരണീയനായ ഉമ്മൻചാണ്ടി സാറിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് അദ്ദേഹമാണ് തുടങ്ങി വെച്ചത് OEC ആനുകൂല്യത്തിന്റെ. അത് അട്ടിമറിക്കാൻ ആ ഗവൺമെന്റിൽ തന്നെ മന്ത്രിമാരുണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങൾക്കൊക്കെ അറിയാം. ഞാനത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇനിയും അത് പറയുന്നില്ല. ഇപ്പോൾ ഇതാ പൂർണ്ണ OEC-യിലേക്ക്. എന്താ പൂർണ്ണ OEC എന്ന് പറഞ്ഞാൽ വരുമാന പരിധി ബാധകമല്ല. ഇപ്പൊ 6 ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരുമാനമുണ്ടെങ്കിൽ ആനുകൂല്യമില്ല, ഫീസ് ആനുകൂല്യമില്ല. ഇപ്പൊ എന്താ ഭാഗികമായാണ് OEC. പട്ടികവർഗങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്തുണ്ടോ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് കിട്ടുന്നത് ഫീസ് ആനുകൂല്യവും ലംസം ഗ്രാന്റും മാത്രം. പട്ടികവർഗങ്ങൾക്ക് ധാരാളം അവകാശങ്ങളുണ്ട്. പഠിക്കുന്നതിന് സ്റ്റഡി റൂം, ബുക്ക് വാങ്ങിക്കാൻ വേറെ പൈസ, അതുപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞ് സമയം കളയുന്നില്ല. പൂർണ്ണ OEC ഉൾപ്പെടുത്താൻ തീരുമാനമെടുത്ത് പ്രകടന പത്രികയിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് നടപ്പിലാക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. നടപ്പിലാക്കാൻ ശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരുമെന്നുള്ള തർക്കമില്ല. അതുപോലെ തന്നെ 540 കോടി രൂപ ഒരു വർഷം കേന്ദ്ര ഗവൺമെന്റ് പിന്നോക്ക വിഭാഗ വികസന കോർപ്പറേഷന് വേണ്ടി കൊടുക്കുന്നുണ്ട്. മൈക്രോ ക്രെഡിറ്റ് പദ്ധതിക്ക് 1 രൂപ പോലും ഞങ്ങളുടെ പോലുള്ള സമുദായങ്ങൾക്ക് ലഭിക്കുന്നില്ല. ഈ 540 കോടി രൂപയും ഓരോ വർഷവും ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകൾക്കാണ് കൊടുക്കുന്നത്. കുറച്ച് പൈസ SNDP-ക്ക്. അതാണോ പിന്നോക്ക സ്നേഹം? അതാണോ 2% പലിശയ്ക്ക് കൊടുക്കുന്ന പൈസ? 540 കോടി രൂപ, കോടിക്കണക്കിന് രൂപ വീതം വെച്ച് എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിനുവേണ്ടിയാണ് ഡൽഹിയിൽ പോയത്, രോഹിണി കമ്മീഷന് പോയത്. കേരള ഗവൺമെന്റിന് ബാധ്യതയുണ്ട് അത് ഉൾപ്പെടുത്താൻ. ഒരു നിയമവും ഒരു ക്യാബിനറ്റ് തീരുമാനം വേണ്ട. കേന്ദ്ര ഗവൺമെന്റ് സോഷ്യൽ വെൽഫെയർ ഡയറക്ടറേറ്റിന്റെ ഒരു ഉത്തരവ് മതി. ഞങ്ങൾ കൊടുക്കുന്ന പൈസ എങ്ങനെ ചെലവഴിക്കണം, ആർക്കൊക്കെ കൊടുക്കണമെന്ന് ഒരു ഉത്തരവിലൂടെ പറഞ്ഞാൽ അത് നമുക്ക് കിട്ടും. ശോഭാ സുരേന്ദ്രൻ എന്നപ്പോൾ അത് പറയേണ്ടതായിരുന്നു. അതിനുവേണ്ടി ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാത്ത നേതാക്കന്മാരില്ല BJP-യുടെ നേതാക്കന്മാർ. അതിന്റെ പ്രഭാരിയെ കണ്ടയാളാണ് നിങ്ങളുടെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ MBCM ജനറൽ സെക്രട്ടറി. അദ്ദേഹം എന്താ പറഞ്ഞത്? ഇത് നിസ്സാരമായ കാര്യമാണ്, നിങ്ങൾക്ക് ഇതിനേക്കാൾ വലിയ കാര്യം ചെയ്യാം. മുസ്ലിമിനുള്ള 10%, 12% വെട്ടിക്കുറച്ച് അതിൽ 10 നിങ്ങൾക്ക് തരാം. ജനറൽ സെക്രട്ടറി അത് പറയും. ആ ഭാഷ അദ്ദേഹം പറഞ്ഞ ഭാഷയിൽ എനിക്കത് പറയാൻ തോന്നുന്നില്ല. ഇങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഞാൻ നിർത്തുകയാണ്. എന്തായാലും ശരി, MBCM സമൂഹങ്ങൾ കേരളത്തിലെ ജനസംഖ്യയിൽ 60 ലക്ഷം ആളുകളുണ്ട് 30 സമുദായങ്ങളിൽ. കേരളത്തിലെ 62 നിയോജക മണ്ഡലങ്ങൾ ആര് ജയിക്കണം നിശ്ചയിക്കുന്ന അതീശ ശക്തിയാണ് MBCM. സംശയമില്ലാത്ത കാര്യം. ഞങ്ങളത് പ്രാവർത്തികമാക്കും. ഞങ്ങളെ ദ്രോഹിക്കുന്നവരാരായാലും ശരി, അവർക്കെതിരെ ഞങ്ങൾ പ്രതികരിക്കും. ഞങ്ങളെ സഹായിക്കുന്നവരാരാണോ എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ഞങ്ങൾ സഹായിക്കും. അത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടി ഈ സംഘടനയും ഈ സമുദായവും ഒന്നിച്ചു നിൽക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാ കാലത്തും MBCM കരുത്തു പകരുന്ന BSSന്റെ എല്ലാ പ്രവർത്തകരെയും എല്ലാ കുടുംബാംഗങ്ങളെയും ഹൃദയപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഞാനും ഒരു BSSകാരനാണ് എന്ന് ഒരിക്കൽ കൂടെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അഭിവാദ്യം.